ഹലോ, ഉർമിസ്തഫ സാറല്ലേ? അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊല്ലോ? സാറേ, എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ. ഏതടാ ഈ നാറി? ആര്? ഉർമിസ്തംബാൻ. നിനക്കറിയോ? എന്താ? പിന്നെ ഉർമിസ്തഫ സാറല്ലേ? സാറ് കിടപ്പാണല്ല. അയ്യോ, കിടപ്പായോ? എന്താ അസുഖം? എന്താ അസുഖം? ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നത് അസുഖമായിട്ടാണ് സാറേ. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? ചെമ്മീൻ വർഗീസ് വന്നെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിയൊന്ന് കാണണം. വളരെ സീരിയസാ. സീരിയസ് ആണല്ലേ? എന്നാ അതേക്കിരി. അല്ല സാറേ, ആര് ചത്തെന്നാ പറഞ്ഞത്? ആരും ചത്തിലിടൂ, താനൊന്ന് വിളിച്ചാ മതി. ചത്തിട്ടില്ലല്ലേ? സീരിയസ് ആണ്. താൻ എന്താ ഈ രാത്രിയില്? എന്താ കാര്യം? ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ പാതിരാത്രിക്ക് തന്നെ വന്നത്. ഫോൺ ചെയ്തപ്പോഴോ? എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ. തനിക്കെന്താ ഭ്രാന്തുണ്ടോ? എന്നാൽ ഇയാളായിരിക്കും. കാണാത്ത പറഞ്ഞാലുണ്ടല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാം. സാർ ഇനി ഒപ്പിടുകയേ വേണ്ടു. ഇനിയും താമസിച്ച എന്റെ ചെമ്മീൻ ചീഞ്ഞു പോകും സാർ. താൻ പേപ്പർ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവരാം, ഇതാ, ഒപ്പിട്ട് തരാം. മോള് പോയി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, ഉർവശി തീരേഷ്, മത്തായി ചേട്ടനുണ്ടോ അവിടെ? ആര്? മത്തായി, മത്തായി. എടാ മത്തായി. എന്താ സാറേ? നിനക്കാ ഫോൺ? എനിക്കോ? ഹലോ ഹലോ, മത്തായാണ്. കാട്ടുകുതിരക്ക് എന്താ പറയറ്റ്? കാട്ടുകുതിര? സൂര്യസ്വാമിയുടെ കാട്ടുകുതിര. ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത്? ഒരു സ്കൂട്ടർ പോരെ? സ്കൂട്ടറോ? പുതിയതായിരിക്കും അല്ലേ? ഓട്ടോ ഉള്ളതാണോ? പിന്നെ നല്ല ഓട്ടോ അല്ലേ? എന്നാലേ 30-ാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം. ഒഴിവുണ്ടാവോ? 30-ാം തീയതിയാ? അത് തിങ്കളാഴ്ചയാണല്ല. ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ്. അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് സാറിനോട് ചോദിക്കണം. എന്താടോ? എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ചത്തേക്ക് ആക്കാൻ പറ്റുമോ? എന്തിനാ? ഹലോ, എന്തിനാണ്? ഒരു കളി തരായിരുന്നു. സാറേ, ഒരു കളി തരാമെന്ന് വെച്ചിട്ട് പോടോ. ഇടിമറിയേ, അതാരായിരിക്കും? ഏത്? ഫോണിൽ വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞത്. ദേ, ഈ വക വൃത്തിയും പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. ഇറങ്ങി പോടോ. തോന്നിവാസം കാണിക്കാനാണ് സാർ ഈ കസേര കയറിയിരിക്കുന്നത്. എന്താ പ്രശ്നം? എന്റെ ജോലി ആ പെണ്ണിനോട് സാറിന് ആരാ അധികാരം തന്നത്? നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലേ? പിന്നെ ചെയ്തതൊക്കെ എന്താ? വ്യക്തമായി സീനിയോറിറ്റിയുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അവിഹിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ എന്നല്ല. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ദേ ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ അല്ലേ? എന്റെ ലെറ്ററോ? എന്ത് ലെറ്റർ? ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ. അങ്ങനെ ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ കയ്യൊപ്പിൽ എങ്ങനെ വന്നു? നോക്ക്, നിന്റെ ഒപ്പല്ലേ ഇത്? അവന്റെ വായി നിന്ന് തോണ്ടി പുറത്തിരിക്കടാ. പറഞ്ഞു നിന്നോട്. ദൈവമേ, തൊലച്ചോ? സാറേ, ഇവന് ഇപ്പൊ തന്നെ കൊണ്ട് വയറിളക്കാൻ മതി, സാധനം കൈ കിട്ടും. പോണാവുന്നു. മിസ്റ്റർ ബാലകൃഷ്ണൻ, ഒന്നും പറയണ്ട. ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. കൊല്ലാൻ വരുന്നേ. അവിടെ നിൽക്കാൻ. മത്തായി ചേട്ടാ, കൊല്ലാൻ വരുന്നേ. എന്താണ് കാര്യം? ഒന്നും ഇതിനെ മത്തായി ചേട്ടോ, ഓടി വായോ. മത്തായി ചേട്ടോ, എന്താ എന്താ മാറിയില്ലേ? മത്താച്ചേട്ടൻ മാറിയിരിക്കാൻ. എന്താ പ്രശ്നം? മത്താച്ചേട്ടാ, എന്റെ ചോറിന് അവൻ പാര വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചില്ലേ വെള്ള പേപ്പർ ഒപ്പിട്ട് തന്നത്? എന്റെ ഒപ്പിന് മേലെ എനിക്ക് ജോലി വേണ്ട, ഇഷ്ടമുള്ളവർ കൊടുത്തത് ഇവൻ ഈ തെണ്ടി. ബാലകൃഷ്ണൻ, നീ അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? മത്താച്ചേട്ടൻ മാറാൻ. ഞാൻ പറയട്ടെ. മത്താച്ചേട്ടാ, ഇവനെ ഞാൻ കൊല്ലാതെ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്ന മേടിച്ചിട്ടല്ല. ഒരു ദിവസമെങ്കിലും എനിക്ക് ജോലിക്കാരനായിരിക്കുന്ന ഒറ്റ ആഗ്രഹം കൊണ്ടാ. അല്ലെങ്കിൽ ഇവനെ പിന്നെ പറയും. കാണിച്ചു തരാനാ? കാണിച്ചു തരാൻ ഞാൻ ഒരു ഒറ്റ ഇടിയ പറ്റുന്നുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഹലോ, കസ്തൂർബ ശരണാലയം. ഹലോ, ഇത് 35452. യെസ്. സരസ്വതി അമ്മ, സരസ്വതി അമ്മ, പ്ലീസ് കോൾ ഫ്രം കൽക്കട്ട. ഹലോ, സരസ്വതി അമ്മയ്ക്ക് ഫോൺ. കൽക്കട്ടയിൽ നിന്ന് മോ വിളിക്കുന്നു. മോനെ,
ഞാനാ ഗോപാലകൃഷ്ണൻ, കൽക്കട്ട. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖമാ മോനെ. മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് ഞാനങ്ങ് എത്തും. പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ? കിട്ടി. വരുമ്പം കൽക്കട്ടയിൽ നിന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്? ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല. സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാൻ കട്ടിയല്ലേ മോനെ. വെക്കല്ലേ, മേറ്റിന് എന്തോന്നോ പറയാനുണ്ടെന്ന്. ഹലോ ഹലോ, മേട്ടൻ ചേച്ചിയാണോ? പിന്നെ കൽക്കട്ടന്ന് പോരുമ്പോഴേ കുറച്ച് കമ്പിളി പതിപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ? ആ, ഇല്ലില്ല, കേൾക്കുന്നില്ല. കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പതിപ്പ് വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളി പതിപ്പ്, കമ്പിളി പതിപ്പ് കൽക്കട്ടന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. കമ്പിളി പതിപ്പ് കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പതിപ്പ് മേടിച്ചോണ്ട് വരാൻ. ഹലോ ഹലോ. എന്താ കട്ടായി പോയി? എന്ത് പോക്കത്തിലോട് താനീ പറയുന്നത്? അവർ കമ്പിളിപ്പുറത്തെ അവിടെ നിന്ന് കാറുന്നു, ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഓഹോ, ചേട്ടൻ കേട്ടാ? ആ, എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം. ബാലകൃഷ്ണനല്ലേ? വണ്ടി നിർത്ത്. ബാലകൃഷ്ണ, നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ. എത്രയായി മാസേ? 35 രൂപ. എന്തേ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ വരും, പറ്റുമോ? അല്ല, അവന് വെറുതെ മുങ്ങിയോ? എന്റെ പൈസ ഇതുവരെ ഇവിടെ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടി വരും. എന്റെ പൈസ എന്താ? ബാലകൃഷ്ണ, എവിടെ പോയി കിടക്കേണ്ടത്? ഞാൻ എവിടെ എന്റെ പൈസ തന്നോട് പറയുന്നു, എന്റെ പൈസ എടാ ബാലകൃഷ്ണ, ആഹാ ഒളിച്ചിക്കല്ലേ? അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ സോറി, മാറിപ്പോയതാണ്. ക്ഷമിക്കണം, വിട്. ഈ വണ്ടിയിലെ വന്നു പയ്യോ തവിടുന്നേ. എന്റെ കാശിങ് തന്നെ. ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരികയായിരുന്നു. തന്നോട് ആരാണ് എനിക്ക് എസ്കോർട്ട് തരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താൻ വന്ന വണ്ടിയാ? അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ആട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതെല്ലാം ചോദിക്കുന്നത്. എന്താ ഓട്ടോ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ച് മാറ്റുവാൻ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കാണും. താനത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാക്കി. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബാറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പനുണ്ട്. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ. കേട്ടുകൊണ്ട് എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണ് അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സംഭവത്തിൽ നിന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നുണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കോ. അവിടെ നിൽക്കണോ? അടുക്കരുത്. പഞ്ചായത്തിന്റെ ഒറ്റ കുട്ടി അടുക്കരുത്. ആഫീസ് ഞാൻ അടിച്ചു പൊളിക്കണോ? കൊല്ലുള്ളൂ, നിന്റെ തരക്കരുത്. ശരീരം വരും. എന്റെ സ്വന്തം ശരീരം കേടെടുത്തില്ലല്ലോ. അത് അവിടെ നെക്കില്ല, അതിൽ തക്കെ നെക്കില്ല, അതാക്കി പഠിച്ചാല് കൗത്ത് പിടിക്കല വല കണ്ടു. ഇങ്ങോട്ട് ഇറങ്ങി വാ ചാനെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ. അവൻ ഇവിടെ തന്നെ കാണും. എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങാണോ ആയിരുന്നെങ്കിൽ നാറിപ്പോയേനെ. കാണിക്കുന്നു ബാലകൃഷ്ണൻ. പോരെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണ്ണീയ എന്നെ കണ്ട് മാറിക്കളഞ്ഞു. അവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെ. അടിച്ചു തീർക്ക്. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ല പറ്റാ. ഇവൻ എന്റെ നാട്ടിൽ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക.
കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോടാ. എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടും ഇല്ലാണ്ട് 35,000 രൂപ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കോത്ത് താലി വീണത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായിച്ചെന്തൊരു പൈസ എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങിപ്പോവും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാ. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം ഗുണം പിടിക്കൂല. അംസക്കോയ, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? നബീസുന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടത്തും. നീ വെള്ളിയാഴ്ച വാ, മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാമെന്ന് പറയുന്നത്. അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. വേണ്ട, മൂപ്പര് പറയട്ടെ. മൂപ്പരല്ല, മത്തായി. മത്തായി മൂപ്പര് പറയട്ടെ. എന്തായി, നിങ്ങൾ തരുമോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ദേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ? അല്ലാ, ഇത് വല്ലതും നടക്കുവോ? നടക്കും. നീ ഇപ്പൊ പോവാം.